ഭാരതത്തിൽ അവതരിച്ച അവതാരങ്ങളിൽ പൂർണ്ണാവതാരമായിട്ടാണ് കൃഷ്ണനെ പറയുന്നത്. ആരാണ് ഈ പൂർണ്ണാവതാരം? പൊതുവെ എല്ലാ മതങ്ങളും, ഭാരതീയ സംസ്കാരം ഒഴികെയുള്ള സംസ്കാരങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാവരും ദൂതന്മാർ, ഈശ്വരൻ്റെ മെസ്സഞ്ചേഴ്സ്, പ്രവാചകന്മാർ, ഈശ്വരനെക്കുറിച്ച് പറയുന്ന പ്രവാചകന്മാർ ഇവിടെ വരുന്നു എന്നാണ്. ജീസസ് തന്നെ പറയുന്നത് ഞാൻ പുത്രനാണ് എന്നാണ്. ഞാൻ അവിടുത്തെ പുത്രനാണ്, പിതാവ് വേറെയാണ്. എല്ലാ മതങ്ങൾക്കും ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈശ്വരൻ വേറെ, പ്രവാചകൻ വേറെ. എന്നാൽ ഭാരതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, കൃഷ്ണനെ ഭാരത ഋഷീശ്വരന്മാർ അവതരിപ്പിക്കുന്നതിനെ പൂർണ്ണാവതാരം എന്നാണ്. പൂർണ്ണാവതാരം എന്നതിന് അർത്ഥം പൂർണ്ണമായ തത്വത്തെ അനുഭവിച്ച് അതിലേക്ക് മറ്റുള്ളവരെ ഉയർത്തുന്ന അവതാരമാണ് പൂർണ്ണാവതാരം. ഭഗവാൻ അവതരിച്ച നിമിഷം തന്നെ ഒരു പൂർണ്ണ തത്വത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളതാണ്. എനിക്കും അപ്പുറത്തൊരാളുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടില്ല? മറ്റുള്ള പ്രവാചകന്മാരൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ മെസ്സഞ്ചേഴ്സാണ്, ഞങ്ങൾക്കപ്പുറത്ത് വേറെ എന്തോ ഉണ്ടെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ മെസ്സഞ്ചേഴ്സിനെയൊക്കെ അവർ കാണുന്നത് വെറും ഒരു പ്രവാചകന്മാരായിട്ട് കാണും. എന്നാൽ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ കൃഷ്ണനെ കാണുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ്. ഭഗവാൻ കൃഷ്ണൻ പൂർണ്ണാവതാരമാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായ തത്വത്തെ അനുഭവിച്ച് അറിഞ്ഞ മഹാത്മാവാണ്. ഈ പറയുന്നത് നിങ്ങൾക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. കാരണം നമുക്കൊരു വലിയൊരു മാനിപ്പുലേഷൻ നമ്മുടെ റിലിജ്യനിൽ സംഭവിച്ചത്, നിങ്ങൾ കൃഷ്ണനെ ശരീരമായി കാണുമ്പോൾ നിങ്ങൾക്ക് ദൈവമായി മാറുന്നു. നമ്മുടെ ഹിന്ദുക്കളിൽ ഒരു വലിയ വീഴ്ച വരുത്തിയത് കൃഷ്ണനെ ദൈവമായി കാണാൻ തുടങ്ങി. ഈ അമ്പലഭക്തി വന്നപ്പോഴാണ് അത് വന്നത്. കൃഷ്ണൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണെന്ന്. കൃഷ്ണൻ തന്നെ എപ്പോഴും അവതരിപ്പിക്കുന്നത് ഒരു ഗുരുവിൻ്റെ രൂപത്തിലാണ്. ഭഗവാൻ പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന, എൻ്റെ മനസ്സ് അനുഭവിക്കുന്ന പൂർണ്ണമായ തത്വത്തെ നിങ്ങളുടെ മനസ്സിനും അനുഭവിക്കാൻ പറ്റുമെന്നാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് കൃഷ്ണൻ തരുന്നതൊരു ഉൾക്കാഴ്ചയാണ്. പക്ഷേ കൃഷ്ണൻ തരുന്ന ഉൾക്കാഴ്ചയല്ല പലർക്കും ആവശ്യം, കൃഷ്ണനെയാണ് ആവശ്യം. കൃഷ്ണനിലൂടെ കാര്യം സാധിക്കണം. ആ ഭക്തി മൂഢഭക്തിയാണ്. കൃഷ്ണൻ എന്നൊരു ദൈവം അവിടെ ഉണ്ടെന്നും ആ ദൈവം നിങ്ങളുടെ വിഷമങ്ങൾ തീർക്കുമെന്ന് കരുതുന്നത് മൂഢത്വമാണ്. അതുകൊണ്ട് ഭഗവാൻ പറയും, രണ്ട് ദൃഷ്ടിയിൽ എപ്പോഴും നമ്മൾ ജീവിക്കണം. ഏതാണ് ഈ രണ്ട് ദൃഷ്ടി? അച്ഛനമ്മമാർക്ക് കാരാഗൃഹത്തിൽ വെച്ച് കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശമാണിത്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 3ാം അധ്യായത്തിൽ 43ാമത് ശ്ലോകം വളരെ ഗംഭീരമായ ശ്ലോകമാണ്. അവിടെ അച്ഛനോട് അമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്. പറയും, യുവാമ്മം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ ചിന്തയന്തോ. 45ാം ശ്ലോകം. യുവാമ്മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ ചിന്തയന്തോ കൃതസ്നേഹോ യാസേതേ മദ്ഗതിം പരം. നിങ്ങൾക്ക് ശ്രദ്ധിക്കരേ വാക്കുകൾ. മദ്ഗതിം പരാം, എൻ്റെ പരമമായ ഗതിയാണോ വേണ്ടത്? പലർക്കും വാസ്തവത്തിൽ നമുക്കൊക്കെ ഉണ്ടല്ലോ, പലതും നേടണം, അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പല കാര്യങ്ങളും നേടണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ എന്തൊന്നാണ് യഥാർത്ഥത്തിൽ നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. നമുക്കൊക്കെ നേടണം. എന്താ വേണ്ടത്? സമാധാനം നേടണം, സ്വസ്ഥത നേടണം, ആരോഗ്യം വേണ്ടേ? ഇതൊക്കെയാണ് നമുക്ക് നേടേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഇതെല്ലാം തരും എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. നമ്മുടെ വിചാരം അമ്പലത്തിലുള്ള ദൈവം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തരുന്നതാണ്. പക്ഷെ കൃഷ്ണൻ അച്ഛനോടും അമ്മയോടും പറയുന്നത്,
നിങ്ങൾ നേടേണ്ടത് മദ്ഗതിം പരാം, എൻ്റെ പരമമായ ഗതി നേടണം. അപ്പം എൻ്റെ പരമമായ ഗതി എന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ എന്താ അർത്ഥമാക്കുന്നത്? കൃഷ്ണൻ അർത്ഥമാക്കുന്നത് പരമമായ ഗതി എന്നുള്ളത് കൊണ്ട് ബ്രഹ്മഭാവം എന്നുള്ളതാണ്. അപ്പോൾ കണ്ണുകൊണ്ട് നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ സ്നേഹിക്കുമ്പോഴും നിങ്ങൾ ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ട് എന്നെ ഏത് ഭാവത്തിൽ കാണണം? പറയൂ. ബ്രഹ്മഭാവം എന്നെ കാണണം. ഈ ബ്രഹ്മഭാവത്തെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രാപിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് പറയുന്നത്, നമുക്ക് രണ്ട് കണ്ണുകൾ, ഒന്ന് സ്ഥൂലക്കണ്ണും മാംസക്കണ്ണും, രണ്ട് ജ്ഞാനത്തിൻ്റെ കണ്ണും. ഇതാണ് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയത്. ഈ ജ്ഞാനത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പോയതാണ് നമുക്ക് ദൈവം ഒരു കല്ലായി മാറിയത്, ഒരു വിഗ്രഹമായി മാറിയത്. അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി കുറേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, പാലഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ, അവിടെ കുറേ പാൽപ്പായസം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരുന്നുണ്ട്. വാസ്തവത്തിൽ ഈ വെള്ളം ഒഴിക്കുന്നതും പാൽപ്പായസം കഴിക്കുന്നതും ഒന്നും കല്ലിനെ ദൈവമാക്കാനോ ആ ദൈവം അവിടുന്ന് അങ്ങനെ ഒരു കല്ല് ദൈവമാവാനോ പോകുന്നില്ല. ഒരു പട്ടി അമ്പലത്തിൻ്റെ അകത്ത് കയറിയാൽ അതും മൂത്രം ഒഴിക്കും കല്ലിൻ്റെ മുകളിൽ. അതിന് ദൈവമാണെന്നുള്ള ഉറപ്പൊന്നുമില്ല അതിന്. നമുക്കാണതൊരു ദൈവസങ്കല്പം നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നാം ഇതൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ പുറമേ നിന്നൊരു ശക്തി നമ്മളെ മാറ്റാനല്ല, നമ്മുടെ മനസ്സിനെ അതിൽ ആവാഹിച്ചിരിക്കുന്ന ആ ഒരു ശക്തിയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടെന്ന ബോധത്തോടുകൂടി. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചതും പാൽപ്പായസം കഴിച്ചതും അത് വെറുതെ കളഞ്ഞു എന്ന് മാത്രം. എന്ത് കാര്യം എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ ചോദിക്കുന്നത്. തതയ്ക്കും തതയ്ക്കും തതയ്ക്കും, ഇതുകൊണ്ട് എന്ത് കാര്യം, ഇതുകൊണ്ട് എന്ത് കാര്യം, ഇതുകൊണ്ട് എന്ത് കാര്യം? നമ്മൾ ഹിന്ദുക്കളാണ് വാസ്തവത്തിൽ ഭാരതീയ സംസ്കാരം നശിപ്പിച്ചത്. ഗുരുവായി കാണേണ്ട രൂപങ്ങളെയൊക്കെ നമ്മൾ ആരായി കാണാൻ തുടങ്ങി? ദൈവം ആയി കാണാൻ തുടങ്ങി. ദൈവം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം നമുക്കറിയാതെ പോയി. ദൈവം എന്നുള്ള വാക്കിന് എഴുതി വെക്കണേ ഇതൊക്കെ ദിവ് എന്നാണ് അതിൻ്റെ റൂട്ട്. ദിവ് എന്ന് പറഞ്ഞാൽ ദിവ്യത്വം, ദിവ്യത എന്നാണ് അതിനർത്ഥം. ചൈതന്യം എന്നാണ്, ബോധം എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവം എന്നുള്ളതിന് കല്ല് നല്ല അർത്ഥം. നിങ്ങളങ്ങനെ അർത്ഥം എടുക്കരുത്. അതൊരു തരം നിങ്ങൾ തന്നെ ഇൻസൾട്ട് ചെയ്യാണ് നമ്മുടെ കൾച്ചറിനെ. മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെയാണ് നമ്മുടെ കൾച്ചറിനെ ഇൻസൾട്ട് ചെയ്യുന്നത്. നിങ്ങൾ അറിയൂ പലപ്പോഴും. അപ്പോൾ നമുക്ക് വിഗ്രഹങ്ങൾ വേണ്ടാന്നല്ല, വിഗ്രഹങ്ങളെ നമ്മൾ മാംസക്കണ്ണുകൊണ്ട് കാണുമ്പോഴും നാം അറിയണം ആ വിഗ്രഹത്തിൽ, ആ വിഗ്രഹമല്ല ദൈവം, അതിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യത്തിലാണ് എൻ്റെ മനസ്സും നിൽക്കുന്നത്. ഏതുപോലെ ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ മനോഹരങ്ങളായ ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ട് നമുക്ക്, ഉദാഹരണങ്ങളൊക്കെ. അതിൽ ഒരു ശ്ലോകമാണ് 9-ാം അധ്യായത്തിൽ 6-ാമത് ശ്ലോകം ഗീതയിൽ. യഥാകാശസ്ഥിതോ നിത്യം വായുഃ സർവത്ര ഗോ മഹാൻ തദാ സർവാണി ഭൂതാനി. കിട്ടിയോ? കിട്ടിയോ? ശ്ലോകം കിട്ടിയോ? യഥാകാശസ്ഥിതോ നിത്യം വായുഃ സർവത്ര ഗോ മഹാൻ തദാ സർവാണി ഭൂതാനി മസ്താനീത്യുപധാരയാ. ശ്രദ്ധിക്കൂ വാക്കുകൾ എപ്രകാരമാണോ. നോക്കൂ, നല്ല രണ്ട് ഉദാഹരണങ്ങൾ. വായു ആകാശസ്ഥിത. വായു ഇപ്പം നിങ്ങളുടെയൊക്കെ മേൽ കാറ്റടിക്കുന്നുണ്ട്. ഈ വായു എവിടെ സ്ഥിത? ആകാശസ്ഥിത. ഇത് പറയുമ്പോണ്ടല്ലോ നിങ്ങളുടെ മനസ്സ് ഒരു വ്യാപ്തി ഉള്ളതാണ്, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം വായു ഇല്ലാത്ത മണ്ഡലവും വായു ഇല്ലാത്ത സ്ഥലവും എവിടെയുണ്ട്? പറയൂ. ആകാശത്തിൽ, ശൂന്യാകാശം കേട്ടില്ലേ? പത്രവ്യാപ്തിയിൽ നമ്മൾ കാണുമ്പോൾ വായു ഇരിക്കുന്നത് ആകാശത്തിലാണ്, അല്ലാതെ ആകാശം ഏതിലല്ല? വായുവിലല്ല. ഇത് മനസ്സിലാക്കാൻ പ്രയാസമല്ല. വെള്ളത്തിലല്ലല്ലോ ഗ്ലാസ് ഇരിക്കുന്നത്, ഗ്ലാസ്സിലേ വെള്ളം ഇരിക്കുള്ളൂ. ഇതുപോലെ ഭഗവാൻ പറയണോ, എല്ലാ മനസ്സുകളും മസ്താനീത്യുപധാരയ. നമ്മുടെയൊക്കെ മനസ്സുകൾ
ഇപ്പോൾ നാം കരുതിയിരിക്കുന്നത് ശരീരത്തിലിരിക്കുന്നു എന്ന് പറയുന്ന മനസ്സിനെ ഇപ്പോഴും മെഡിക്കൽ സയൻസിന് പിടികിട്ടാത്തൊരു ചോദ്യം ഇതാണ്: എവിടെയാണ് മനസ്സ് സ്ഥിതി ചെയ്യുന്നത്? ഒരു ഡോക്ടർക്കും ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ എവിടെയാണ് മനസ്സ് സ്ഥിതി ചെയ്യുന്നത്? മനസ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? നിങ്ങൾ ചോദിച്ചു നോക്കൂ. അത് ബ്രെയിനിലാണോ സ്ഥിതി ചെയ്യുന്നത് എന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ബ്രെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലങ്സിലാണ്, ഹൃദയത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എത്ര പേർക്ക് തോന്നുന്നു? മനസ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒന്ന് ചിന്തിക്കേണ്ട വിഷയമല്ലേ? ചിന്തിക്കണ്ട. മനസ്സ് ശരീരത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ചിന്തിക്കണ്ടേ? ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നവരെന്ന് എത്ര പേര് കൈപൊക്കുന്നുണ്ട്? കൈപൊക്കൂ. ശരീരത്തിലാണോ മനസ്സ് സ്ഥിതി ചെയ്യുന്നത്? ഇത് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഉറക്കണേ. ഇത് ഉറച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ 7 ദിവസം ഭാഗവതം കേട്ടിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാം. വേസ്റ്റ് ഓഫ് എനർജി എന്ന് ഞാൻ പറയും. ശരീരത്തിൽ അല്ല മനസ്സ് സ്ഥിതി ചെയ്യുന്നത്. അത് ആദ്യം എടുത്ത് മാറ്റൂ നിങ്ങളുടെ മനസ്സ്. കാരണം ശരീരവും മനസ്സും 2 എനർജികളാണ്. ഏതൊക്കെ എനർജികളാണ്? ഒന്ന് കോസ്മിക് എനർജിയാണ്, മറ്റൊന്ന് കോൺഷ്യസ് എനർജിയാണ്. ഒന്ന് ബോധമുള്ള ശക്തിയാണ്, മറ്റത് പ്രപഞ്ച ശക്തിയാണ്. ഏതാ പ്രപഞ്ച ശക്തി? ശരീരം. അപ്പം മനസ്സ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മെഡിക്കൽ സയൻസ് അങ്ങനെ ചിന്തിച്ചാൽ അതിൻ്റെ വിഡ്ഢിത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സ് ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൂളിഷ്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഡ്ഢിത്തം. എന്താ വിഡ്ഢിത്തം? അങ്ങനെയെങ്കിൽ പ്രപഞ്ചശക്തിയിൽ നിന്നും ഉരുത്തിരിഞ്ഞതായിരിക്കണം, പറയൂ, മനസ്സ്. എങ്ങനെയുള്ള മനസ്സ്? നിങ്ങൾ മനസ്സെന്ന് അങ്ങനെ പറഞ്ഞു പോകരുത്. ബോധമുള്ള മനസ്സ്. പ്രപഞ്ചശക്തി എന്ന് പറയുമ്പോൾ കോസ്മിക് എനർജിയും പറയൂ കോൺഷ്യസ് എനർജി. അപ്പോൾ കോസ്മിക് എനർജിയിൽ നിന്നും കോൺഷ്യസ് എനർജി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പമ്പര വിഡ്ഢിത്തമാണ്. എന്തുകൊണ്ട് വിഡ്ഢിത്തം? എന്നാൽ പിന്നെ കോൺഷ്യസ് എനർജി എന്ന് വിളിക്കേണ്ട കാര്യമില്ല. കോസ്മിക് എനർജിയിൽ നിന്ന് വന്നതും മനസ്സിലാവണല്ലേ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് തലയിൽ കയറുന്നുണ്ടോ? കോസ്മിക് എനർജിയിൽ നിന്ന് വന്നതും എന്തായിരിക്കണം? കോസ്മിക് എനർജി മാത്രമേ വരുള്ളൂ, അല്ലാതെ കോൺഷ്യസ് എനർജി വരില്ല. ഓപ്പോസിറ്റ് എനർജി വരാൻ പറ്റില്ല. ഒരു എനർജിയിൽ നിന്ന് അതേ സ്വഭാവമുള്ള എനർജി തന്നെ വരുള്ളൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് നേരെ വിപരീതമാണ്. ഒന്ന് ബോധമുള്ളതാണ്, മറ്റതിന് ബോധമില്ല. അങ്ങനെ ആണ്. ഒന്നുകൂടി വയ്ക്കുക. ശരീരത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഏത്? പറയൂ. മനസ്സ് എന്ന് വയ്ക്കുകയാണെങ്കിൽ പോലും മരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയുണ്ട്. എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശരീരത്തിൽ നിന്നും പോകുന്നു എങ്കിൽ, ശരീരത്തിൻ്റെ ഭാഗമാണ് മനസ്സെങ്കിൽ, തീർച്ചയായിട്ടും മരിച്ചു കഴിഞ്ഞാലും മനസ്സെവിടെ തന്നെ നിൽക്കണം. അപ്പോൾ പിന്നെ ഡോക്ടർമാർ പറയണത് ശരിയല്ല. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? കോസ്മിക് എനർജിയും കോൺഷ്യസ് എനർജിയും രണ്ടാണ്. അതുകൊണ്ട് ശരീരത്തിൽ അല്ല ആര് നിൽക്കുന്നത്? മനസ്സ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എവിടെയാണ് മനസ്സ് നിൽക്കുന്നത്? മനസ്സ് നിൽക്കുന്നത് മനസ്സിൻ്റെ പിന്നിൽ അനന്തമായ ഒരു ബോധശക്തിയുണ്ട്. ആ ബോധശക്തിയിലാണ് ആര് നിൽക്കുന്നത്? മനസ്സ് നിൽക്കുന്നത്. ക്ലിയർ ആവുണ്ടോ? മനസ്സ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, അനന്തബോധം, അതിൽ ഉരുത്തിരിഞ്ഞൊരു മനസ്സ്. ഈ മനസ്സ് പ്രാണശക്തിയുടെ സഹായം കൊണ്ട് ശരീരത്തെ പിടിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. പ്രാണൻ വിട്ടുകഴിഞ്ഞാൽ ആരും വിട്ടു? മനസ്സ്. പണ്ടൊരു സ്ത്രീക്ക് കയ്യിലൊരു മുഴ വന്നു. ഭയങ്കര കുരുവായി രൂപാന്തരപ്പെട്ടു. അത് പഴുത്തു.
ആ സ്ത്രീ ഒരു കാരണവശാലും ഡോക്ടറെ അടുത്ത് പോവില്ല. എന്നെ ഒരാളും തൊടണ്ട എന്നാണ്. പാവം കൈ താഴ്ത്താൻ പറ്റാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു വൈദ്യനെ കണ്ടുകിട്ടി. ആ വൈദ്യൻ ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ കൈ തൊടാതെ ഞാൻ ആ അസുഖം മാറ്റിത്തരാം. ഇവർക്ക് വലിയ ഇഷ്ടമായി. കാരണം കീറുക പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് വേദന സഹിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഇവർക്കതിനൊന്നും തയ്യാറായില്ല. അപ്പോൾ വൈദ്യൻ ശരീരം തൊടാതെ ഇത് ശരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമായി. അതാണെങ്കിലോ പഴുത്ത് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. വൈദ്യൻ്റെ അടുത്ത് പോയി വൈദ്യൻ പറഞ്ഞ, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വസ്ത്രമൊക്കെ മാറി വെറും ഒരു മുണ്ടുടുത്തിട്ട് വരൂ. അവരൊരു മുണ്ടുടുപ്പിച്ചു. എന്നിട്ട് വരാൻ പറഞ്ഞു. എല്ലാവരെയും വിളിപ്പിച്ചു. ഇവർ പാവം എല്ലാം ഭർത്താവ് ചെയ്തു കൊടുക്കണം, മുണ്ടൊക്കെ ഉടുപ്പിച്ചു കൊടുക്കണം. വയ്യ ഇവർക്ക്. എല്ലാവരുടെ മുന്നിലും വെച്ച് വൈദ്യൻ എന്ത് ചെയ്തു വെച്ചാൽ ആ മുണ്ട് അങ്ങോട്ട് ഒരൊറ്റ വലി. മുണ്ട് വലിച്ചതും മുണ്ട് പിടിക്കാൻ വേണ്ടി കൈ താഴ്ത്തിയതും അത് പൊട്ടി, എല്ലാം അതിന്ന് പുറത്തു പോയി. അസുഖം മാറി. വൈദ്യൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഇത്രയുള്ളൂ കാര്യം. അപ്പോൾ അതുവരെ പിടിച്ചിരുന്ന ആ ഒരു കൈ മാനം പോകുമെന്ന് കണ്ടതും താഴ്ത്തുന്നു, പിടിക്കുന്നു, കഴിഞ്ഞു, പ്രശ്നവും കഴിഞ്ഞു. ഇത്രയുള്ളൂ കാര്യം. അപ്പം നമ്മളൊക്കെ ആവശ്യമില്ലാതെ ബലം പിടിക്കുക, ചില കാര്യത്തിൽ മസിൽ പിടിക്കുകയാണ്. പല കാര്യത്തിലും നിങ്ങൾ മസിൽ പിടിക്കണം. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് തന്നെ കാണാം പല കാര്യത്തിലും. അപ്പോൾ ഇവിടെ തന്നെ വന്നിരിക്കുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്തേ ഇരിക്കുള്ളൂ തീരുമാനിച്ചിട്ടാണ് വരിക. ഒരു മസിൽ പിടുത്തം. ഇവിടെ വരുമ്പോണ്ടാവും വേറെ വല്ലവരും അവിടെ ഇരിക്കുന്നു. അതോടുകൂടി മസിൽ പിടിക്കുക. ആദ്യമൊക്കെ നോക്കും പറയണ്ട, അത് കഴിഞ്ഞു. ഇതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇത്തിരി മസിൽ പിടുത്തം. അപ്പോൾ നമ്മുടെ മനസ്സെന്നത് അനന്തമായൊരു, പറയൂ, ബോധശക്തിയിലാണെങ്കിൽ അത് ഏതിൻ്റെ ഭാഗമല്ല? ശരീരത്തിൻ്റെ ഭാഗം അല്ല. അപ്പം നമ്മളതിനെ രണ്ടായി കാണണ്ടേ? ശരീരത്തെയും മനസ്സിനെയും രണ്ടായി കാണണം. ഇതുപോലെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ വിഗ്രഹത്തെയും അതിലാവാഹിച്ചിരിക്കുന്ന ചൈതന്യത്തെയും രണ്ടായി കാണണം. വേണ്ടേ? കാരണം ചൈതന്യം ഒരിക്കലും ഏതിൻ്റെ ഭാഗമല്ല? വിഗ്രഹത്തിൻ്റെ ഭാഗമല്ലത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഒന്ന് മാംസക്കണ്ണുകൊണ്ടും കാണണം, മറ്റൊന്ന് ജ്ഞാനക്കണ്ണുകൊണ്ടും കാണണം. ഞാൻ പറഞ്ഞു ഈ ജ്ഞാനക്കണ്ണ് എന്ന് പറയുന്നത്, തീ നിങ്ങൾ മാംസക്കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, പക്ഷെ അതിൽ ചൂട് നിങ്ങൾക്ക് മാംസക്കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അത് നിങ്ങൾ ജ്ഞാനത്തിൻ്റെ കണ്ണ്, അറിവിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കണം. നിങ്ങൾ ലൈറ്റ് കാണുന്നുണ്ട് മുകളിൽ, കറണ്ടിൻ്റെ ഷോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ, ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലൂടെ കാണാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? ഇതേപോലെ നമ്മൾ മനസ്സിലാക്കണം. ഓരോ വ്യക്തികളെയും കാണുമ്പം മനസ്സിലാക്കണം, നമ്മളെ കാണുമ്പോഴും മനസ്സിലാക്കണം, നമ്മളെന്ന് പറയുന്നത് ഒരു കോസ്മിക് എനർജിയും കോൺഷ്യസ് എനർജിയും ചേർന്നാണ്. കോസ്മിക് എനർജി അനന്ത പഞ്ചഭൂതത്തിൻ്റെ ഭാഗമാണ്. കോൺഷ്യസ് എനർജി അനന്ത കോൺഷ്യസ് ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. ഈ രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്ഥൂലമായും കാര്യങ്ങളെ കാണാം, സൂക്ഷ്മമായി കാര്യങ്ങളെ മനസ്സിലാക്കണം. ഇതിനെയാണ് ഭഗവാൻ തത്വചിന്ത എന്ന് പറയുന്നത്. ഭഗവാൻ നമ്മളോട് പറയുന്നത് ഈ തത്വഭാവത്തോടുകൂടി നോക്കാനാണ്. എന്നെ കാണേണ്ടത് എങ്ങനെ കാണണം? താത്വികമായി കാണൂ. നോക്കൂ, നിങ്ങൾ ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിൽ 54-ാം ശ്ലോകം എടുത്ത് നോക്കൂ. 54-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിദോർജുനാം ജ്ഞാതും ദ്രഷ്ടും ച തത്വേന. ജ്ഞാതും അറിയണം, ദ്രഷ്ടും ച തത്വേന. എങ്ങനെ കാണണം? നോക്കൂ, നിങ്ങൾ ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചത്. കൃഷ്ണൻ കാണൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ജ്ഞാതും ആദ്യം അറിയണം, ദ്രഷ്ടും ച തത്വേന. അങ്ങനെയാണ് വാക്ക്. താത്വികമായി, അല്ലാതെ നിങ്ങൾ സ്ഥൂലമായി കാണൂ എന്നല്ല പറഞ്ഞത്, താത്വികമായി കാണാൻ ശ്രമിക്കണം. ഈ താത്വികതയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതിനാണ് ഈ സത്സംഗങ്ങളിലൊക്കെ നിങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഭഗവാൻ അവതരിച്ച ഉടനെ തന്നെ അച്ഛനമ്മമാരോട് പറയുന്നത്,
നിങ്ങൾ എൻ്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കേണ്ടവരല്ല. അതാണ് നമ്മൾ ഈ ജന്തുക്കൾ തെറ്റുവരുത്തിയത്. ഇനിയൊന്നും നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സ്വഭാവമേ ഉണ്ടാവരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ ജന്തുക്കളാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഭാഗ്യം കെട്ടവരാണ്, നിങ്ങൾ കഴുതകളാണ്. മനസ്സിലായില്ലേ? എന്താണ് കഴുതകൾ എന്ന് പറയണം ഭഗവാൻ? ഇതൊന്നും ഞാൻ ചീത്ത വിളിക്കുന്നവൻ എന്നെ ചീത്ത വിളിക്കരുത്. ഇതൊക്കെ കൃഷ്ണൻ്റെ വാക്കുകളാണ്. ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധത്തിൽ നോക്കൂ, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന്. 84-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ പറയും, ആരാണോ യസ്ത്വാത്മബുദ്ധി ഗുണവിത്രിതാതുകേ സ്വതിക്കളത്രാദിശ ഭൗമയിജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിജിൽ ജനേഷ വിജ്ഞേഷു സയേവ ഗോകര. സ ഏവ ഗോകര എന്നാണ്. ഗോകര എന്ന് പറഞ്ഞാൽ കഴുതയാണ് അവൻ. ഭഗവാൻ അവരെയൊക്കെ കഴുതകൾ എന്ന് വിളിക്കുന്നു. എന്താ കഴുതകൾ എന്ന് പറഞ്ഞാൽ? ഭഗവാൻ കഴുത എന്നാരെയെ വിളിക്കുന്നത്? തീർത്ഥസ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോവും, പക്ഷേ ജനേഷു അഭിജ്ഞേഷു എന്ന സത്സംഗങ്ങളിൽ പോയി ഇതൊന്നും മനസ്സിലാക്കില്ല. സത്സംഗങ്ങളിൽ പോയി ഇതൊന്നും മനസ്സിലാക്കാതെ വെറും തീർത്ഥസ്ഥലങ്ങളിൽ പോയി എന്താ പറയുക കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ കൃഷ്ണൻ വിളിച്ചിട്ടുള്ളത്, പറയൂ നിങ്ങൾ എത്ര പേര് കഴുതകളാണ്? ഇത് കേട്ടിട്ട് കഴുതകളാവാൻ പാടില്ല. മനസ്സിലായില്ലേ? ആ കഴുതയിൽ നിന്ന് നമ്മളൊന്ന് ഉയരണ്ടേ? കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്ന ഗർഭമെന്ന് പൂന്താനം പറയുന്നതൊക്കെ ഇതാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. അമ്പലം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലമായി മാറരുത്. നമുക്ക് മനസ്സിലാവണം, നാം അമ്പലത്തിൽ പോകുന്നത് നമ്മെ മാനസികമായി ഉയർത്താനാണ്. കാരണം ഇത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കില്ല. ഞാൻ ആവർത്തിച്ച് പറയുകയാണേ, സാക്ഷാൽ കൃഷ്ണൻ ജീവനോടുകൂടി ഇരുന്നാലും ആ കൃഷ്ണന് നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ സാധ്യമല്ല. കാരണം ഇത് മൂന്നും നിങ്ങൾ എഴുതി വെക്കണേ. 3 പോയിന്റുകൾ, ഈ മനസ്സിനെ സംബന്ധിച്ചുള്ള 3 കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ഋഷിമാർ നടത്തി. ഒന്നാമത്തത്, മനസ്സെന്ന് പറയുന്നത് നിത്യമാണ്. നിത്യമാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ശരീരം ഓരോ ദിവസവും നിങ്ങളിൽ നിന്ന് പറയൂ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കണം. ബാല്യം, കൗമാരം, യൗവനം ഇതെല്ലാം അകന്നു പോയിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? എന്നാൽ നിങ്ങളുടെ മനസ്സ് ബാല്യത്തിലെ സ്മരണകൾ, കൗമാരത്തിലെ സ്മരണകൾ എല്ലാം നിങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ടോ? അപ്പം നിത്യത ഏതിനാ ഉള്ളത്? മനസ്സിനുണ്ട്. നമ്മുടെ അനുഭവമാണത്. നിങ്ങൾ പറയും 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഓർമ്മയുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്വാമി എന്ന് പറഞ്ഞിട്ട് തുടങ്ങില്ലേ? അപ്പോൾ കുട്ടിക്കാലം നിങ്ങൾക്ക് ഓർമ്മയുള്ളത് കൊണ്ടല്ലേ? കുട്ടിക്കാലത്തെ ശരീരം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് ഈവൻ മെഡിക്കൽ സയൻസിന് പോലും തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. 7 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ പഴയ സെൽസൊക്കെ മരിക്കുന്ന അവർ പറയണം. അപ്പം പഴയ സെൽസൊന്നും നമ്മുടെ കൂടെ ഇല്ല. പുതിയത് രൂപാന്തരപ്പെടും തോറും പഴയതെല്ലാം, പക്ഷേ മനസ്സൊരിക്കലും പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് മനസ്സിന് നിത്യത്വം, ഇറ്റേണിറ്റി ഉണ്ട്. ഒന്നാമത്തത്. രണ്ടാമത്തത്, മനസ്സിൻ്റെ പ്രത്യേകത, മനസ്സ് എപ്പോഴും വൈവിധ്യമാണ്. വൈവിധ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വേറൊരു മനസ്സിനെ പോലെ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരാളെ പോലെ ആവാൻ പറ്റില്ല, വേറൊരാൾക്കൊരിക്കലും നിങ്ങളെപ്പോലെ ആവാൻ പറ്റില്ല. നമ്മൾ വെറുതെ സമയം കളഞ്ഞു കുളിക്കരുത്. ഒരാളുടെ കുറ്റവും കുറവും പറഞ്ഞ് നിങ്ങൾ സമയം കളഞ്ഞാൽ അവരും ഒട്ടും നേരെയാവില്ല, നിങ്ങളുടെ സമയം നിങ്ങൾ കളയുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഉപദേശിച്ചുകൊണ്ടൊരിക്കലും നമ്മൾ നേരെയാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഒരു തെറ്റായ ധാരണ, കുട്ടികളെ നമ്മൾ ഉപദേശിച്ചിട്ടില്ലെങ്കിൽ സ്വാമി അവരൊക്കെ വഴിതെറ്റിപ്പോയില്ല. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഉപദേശിച്ചിട്ട് അവർ നേരെയാവണത്. തൽക്കാലം നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ആണോ അല്ലയോ? അവർ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണ്. പണ്ട് കുട്ടി പറഞ്ഞതുപോലെ അച്ഛൻ കുട്ടിയെ 2 അടി ഒടിച്ചു. നല്ല അടി അടിച്ചത്. അപ്പോൾ കുട്ടി കരഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടാ അച്ഛന് നിന്നോട് സ്നേഹം കൊണ്ടല്ലേ അടിച്ചത് എന്ന്. അപ്പോൾ കുട്ടി പറയാ, തിരിച്ചെനിക്കും നല്ല സ്നേഹം തോന്നുന്നുണ്ട്, പക്ഷെ അച്ഛനായി പോയില്ലേ. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ കുട്ടികളതൊക്കെ ചോദിക്കും. ഒരു കുട്ടി അച്ഛനോട് ചോദിച്ചു, ഞാൻ ഇന്നേ വരെ
അച്ഛൻ്റെ ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ഓഫീസിലെത്തുന്നത്, ഫയലുകൾ എത്ര നോക്കുന്നുണ്ട്, ആരോടൊക്കെ വർത്തമാനം പറയുന്നുണ്ട്, വല്ലതും ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എൻ്റെ കാര്യം മാത്രം ചോദിക്കുന്നത്? ഞാൻ അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. എത്ര പുസ്തകം പഠിച്ചു, എത്ര അധ്യായം വായിച്ചു, ഞാനിതൊന്നും അച്ഛനോട് ചോദിക്കില്ലല്ലോ. എത്ര ഫയൽ നോക്കി, കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കണ്ടോ? പണ്ടത്തെ പോലെയല്ല. ഇന്നത്തെ കുട്ടികളോട് വർത്തമാനം പറയണമെങ്കിൽ 4 തല വേണം. ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, ഡൽഹിയിൽ ഞാൻ സപ്താഹം കഴിഞ്ഞിറങ്ങുമ്പോൾ, സ്വാമിജി, ദറ്റ് കംസൻ ഈസ് റിയലി എ ഫൂൾ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ കുട്ടാ? വാട്ട് ഹാപ്പൻ ടു ദ കംസൻ? നോ, വെൻ ഹി ഹേർഡ് ദറ്റ് അശരീരി, that the 8th child will kill him, then why he put the Devaki in the same cell where he put the Vasudeva? രണ്ടുപേരും വേറെ വേറെ വെച്ചാൽ മതിയില്ലേ? പ്രസവിക്കണ പ്രശ്നമില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഇൻ വിച്ച് സ്റ്റാൻഡേർഡ് യു ആർ സ്റ്റഡിങ്? 7th സ്റ്റാൻഡേർഡ്. അതിൻ്റെ ബുദ്ധി നോക്കൂ നിങ്ങൾ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബുദ്ധിയാണ് പോയത്. ഇന്നത്തെ കുട്ടികൾക്ക് ചോദിക്കുന്നതിന് നാണവും മാനവും ഇല്ല. അവരെ സംബന്ധിച്ച്, കാരണം അവരിതൊക്കെ വളരെ ജിജ്ഞാസുക്കളാണ് ഓരോ കാര്യത്തിലും. അതുകൊണ്ട് മനസ്സിലാക്കൂ, ഒരു മനസ്സിനെ പോലെ വേറൊരു മനസ്സിന് ആവാനും പറ്റില്ല, ആക്കാനും സാധ്യമല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മൂന്നാമത്തത്, ഓരോ മനസ്സും സ്വതന്ത്രമാണ്. ഈ ലോകത്തിൽ സ്വതന്ത്രമായ ഒരേ ഒരു വസ്തു നിങ്ങളുടെ മനസ്സ് മാത്രമാണ്. വേറൊരു സാധനം നിങ്ങൾക്ക് സ്വതന്ത്രമായി കിട്ടിയിട്ടില്ല. നോക്കൂ, നിങ്ങൾ ഇരുന്ന് ചിന്തിക്കൂ. നിങ്ങൾ ഒരു പുസ്തകം, ഈ പുസ്തകം എന്നും എൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റുമോ? ഇനി ഞാൻ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും വേണമെങ്കിൽ വേറെ വല്ലവരും അടിച്ചു മാറ്റാൻ പറ്റും. എൻ്റെ ശ്രദ്ധയൊന്ന് തെറ്റിക്കൊണ്ട് പോയാൽ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാം. ഉണ്ടോ ഇല്ലയോ? ശരിയാണോ അല്ലയോ? ഇതേപോലെ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും, ശാരീരികമായി ശ്രദ്ധിച്ചാലും, കുറേയൊക്കെ ഹെൽത്ത് നമ്മുടെ കൺട്രോളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നേക്കാം. ആണോ? കോൾഡ് പിടിക്കാം, എന്തെങ്കിലുമൊക്കെ അസുഖം നമുക്ക് വന്നേക്കാം. ശരിയാണോ ഞാൻ പറയണത്? അതിൻ്റെ പ്രായവും അതിൻ്റെ മാറ്റവും നമ്മുടെ നിയന്ത്രണത്തിലാണോ? പറയൂ. അല്ല. ഇനി മറ്റുള്ളവരുടെ മനസ്സ് നമ്മുടെ സ്വാതന്ത്ര്യത്തിലുണ്ടോ? നിങ്ങളൊക്കെ മക്കളെയൊക്കെ നേരെയൊക്കെ നോക്കിയതല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മനസ്സിൻ്റെ മുകളിൽ സ്വാതന്ത്ര്യ നിയന്ത്രണമുണ്ടോ? ഭർത്താവിന് ഭാര്യയുടെ മനസ്സിൻ്റെ മുകളിലുണ്ടോ? ഇല്ല. അനുഭവത്തിൽ അറിയില്ലേ നിങ്ങൾക്കൊക്കെ? അപ്പോൾ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം എന്തിലാണ് കിട്ടിയിരിക്കുന്നത്? പറയൂ. അവനവൻ്റെ മനസ്സിൽ മാത്രം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കൃഷ്ണൻ ജീവിച്ചിരുന്നാൽ തന്നെ വേറൊരു മനസ്സിനെ കൃഷ്ണനൊന്നും ചെയ്യാൻ സാധ്യമല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം കൃഷ്ണൻ കൊന്നു കംസനെ എന്നൊക്കെ പറയുന്നത് ഏതിനെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ? ന ജായതേ ന മ്രിയതേ. ഭഗവാൻ തന്നെ പറയും, അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച്ച് നിത്യസർവഗതസ്ഥാണോ അജലോയം സനാതന. മനസ്സിലായില്ലേ? ശരീരത്തെയൊക്കെ വെട്ടിമുറിക്കാം, പക്ഷേ ഏതിനെ പറ്റില്ല? മനസ്സിൽ. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഞാൻ ഒരിക്കൽ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. കാലോ കൈകളോ മുറിച്ച് കളഞ്ഞാൽ പോലും ആ അവയവത്തിൻ്റെ കൂടെ ആര് പോകുന്നില്ല? മനസ്സ് പോകുന്നില്ല. ഇപ്പം നിങ്ങൾ എത്രയോ സ്ത്രീ അമ്മമാർ ഇവിടെ ചിലപ്പോൾ യൂട്രസ് എടുത്ത് കളഞ്ഞവരുണ്ടാവും, ബ്രസ്റ്റ് ക്യാൻസറിൽ ബ്രസ്റ്റ് കളഞ്ഞവരുണ്ടാവും, ട്യൂമറുകൾ എടുത്ത് കളഞ്ഞവരുണ്ടാവും, അതുപോലെ തന്നെ എന്തെല്ലാമോ ഓപ്പറേഷനിലൂടെ കടന്നു പോയവരുണ്ടാവും. നമ്മുടെയൊക്കെ ശരീരത്തിൽ തന്നെ നമുക്കറിയാം, പലതും നഖം നമ്മൾ മുറിച്ച് കളയുന്ന പോലെ ഇതൊക്കെ എടുത്ത് കളഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പോയാലും ആര് പോകുന്നില്ല? ഇത് നമ്മുടെ സ്വ അനുഭവമെങ്കിൽ ഈ മുഴുവൻ അവയവവും പോയാലും പറയൂ, മനസ്സ് പോവില്ല. ഇത് നിങ്ങൾക്ക് വ്യക്തമായാൽ, ഈ ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചാൽ, ഈ മനസ്സിൻ്റെ മുകളിലാണ് ജീവിതം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിനെ ഒരു തരത്തിലും തളരാനോ വേദനിക്കാനോ വിഷമിക്കാനോ അനുവദിക്കാത്ത വിധത്തിൽ അത്തരത്തിലുള്ളതൊക്കെ അടിഞ്ഞുകൂടുമ്പോൾ നാം അതിൽ നിന്നും മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുക. ചില ആളുകളുണ്ടല്ലോ, ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ, നോട്ടീസ് അയച്ചു കഴിഞ്ഞാലും അവരത് കൈപ്പറ്റാതെ
മുങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്. ചില പ്രതികൾ, ചെറിയ ചെറിയ ലോക്കൽ കള്ളന്മാർ, അല്ലെങ്കിൽ ചില കള്ളന്മാർ ആളുകളുണ്ടല്ലോ, എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്ത് പോലീസ് അവരെ അന്വേഷിച്ച് പിടിച്ച് വരുമ്പം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഈ കള്ളുവാറ്റുന്ന വരുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ ചാറ്റുവാര എന്താ പറയാൻ, അതുപോലെ ഈ കഞ്ചാവ് കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് പോലീസ് ഒന്ന് അതത്രയൊന്നും പോകേണ്ട കാര്യമില്ല, മണൽ വാര പാർട്ടി, പോലീസ് വരുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ അവർ മുങ്ങുന്ന, പിടുത്തം കൊടുക്കാതെ രക്ഷപ്പെടുന്ന ആൾ. ഇതേപോലെ നമുക്കും വേണം ഒരു പിടുത്തം കൊടുക്കാത്തൊരു ജീവിതം. ആർക്ക് പിടുത്തം കൊടുക്കരുത്? ഇതും പറഞ്ഞ കുഴപ്പമുണ്ടാക്കണ്ട നിങ്ങൾ. ആർക്ക് പിടുത്തം കൊടുക്കരുത്? ഒരു വിഷമങ്ങൾ വന്നാലും നമ്മളെ പിടികൂടാൻ അതിന് പിടുത്തം കൊടുക്കരുത്. ഈ രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ മുകളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുള്ളത്, സുന്ദര ജീവിതം എന്ന് പറഞ്ഞാൽ, ഏറ്റവും സന്തോഷമുള്ള ജീവിതം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മുകളിൽ കളിക്കാനുള്ള കഴിവുള്ളവർക്കുള്ളതാണ്. ഇഫ് യു നോ ഹൗ ടു പ്ലേ വിത്ത് യുവർ മൈൻഡ്, യു ക്യാൻ എൻജോയ് യുവർ ലൈഫ്. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു പ്ലേ വിത്ത് യുവർ മൈൻഡ്, യു ക്യാൻ സഫർ ത്രൂ ഔട്ട്. പലരും സഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ്, അല്ലാതെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല അവരെ ദുഃഖിപ്പിക്കുന്നത്. അവർ അതിൽ തന്നെ പിടിച്ചു തൂങ്ങിയിരുന്ന് കഷ്ടപ്പെടുകയാണ് അവർ. മനസ്സിലാവേണ്ടത്. പക്ഷേ ഈ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ കാലം കുട്ടിക്കാലത്തെ നമ്മൾ ഭൗതികമായ ചിന്ത മാത്രമായി ജീവിച്ച്, പിന്നെ നമുക്ക് മനസ്സിനെ വിചാരിച്ചാൽ പോലും പ്രശ്നങ്ങളിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല. മനസ്സെന്ന് പറയുന്നത് സീസോ പോലെയാണ്, ഒരു തുലാസ പോലെയാണ്. ഒരു ഭാഗം പൊങ്ങണമെങ്കിൽ വേറൊരു ഭാഗം താഴണം. ഇതേപോലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് അടർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ, വേർപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, മനസ്സ് വേറൊരു ഭാഗത്തേക്ക് ആകർഷിച്ച് അതിലേക്ക് ഉറച്ചിരിക്കണം. അപ്പം അതുകൊണ്ടാണ് മനസ്സിനെ ആകർഷിപ്പിക്കുന്ന വിദ്യയാണ് ആത്മീയത. അതുകൊണ്ടാണ് ധ്യാനം ആവശ്യമാണ് എന്ന് പറയുന്നത്. ഇപ്പം ധ്യാനം ചെയ്യും തോറും, ധ്യാനം എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ തുലാസ്, ഒരു ബാലൻസ് ആണത്. നിങ്ങൾ ധ്യാനം ചെയ്യും തോറും എന്താ സംഭവിക്കേണ്ടത്? മനസ്സ് വേറൊരു ഭാഗത്തേക്ക് ആകർഷിക്കും തോറും തീർച്ചയായിട്ടും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിനെ വേർപ്പെടുത്താൻ പറ്റും. അപ്പം ധ്യാനം എന്നുള്ളത് ഒരു ദൈവത്തിന് വേണ്ടിയിട്ടാണോ അവനവന് വേണ്ടിയിട്ടാണോ? അവനവന്. അപ്പോൾ ഏത് മതസ്ഥരും ഏത് കുട്ടികളും ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതല്ലേ? കുട്ടിക്കാലത്തെ ധ്യാന സംസ്കാരമല്ലേ വേണ്ടത്? നോക്കൂ, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ദൈവമേ എനിക്ക് കുഴപ്പമൊന്നും തരല്ലേ, ബുദ്ധിമുട്ട് തരല്ലേ, വിഷമം തരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതാണോ ശരി? അതോ നിരന്തരം ധ്യാനം ചെയ്ത് മനസ്സിനെ മറുകരയിലേക്ക് അടുപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അനന്തബോധത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ മനസ്സിന് ആകർഷണം കൂടുന്തോറും മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വേർപ്പെടാനുള്ള കഴിവുണ്ടാകുമെങ്കിൽ, ഏതാണ് പ്രാക്ടിക്കലായിട്ടുള്ള ശാസ്ത്രീയമായ അപ്രോച്ച്? പ്രാർത്ഥനയാണോ ധ്യാനമാണോ? പ്രാർത്ഥന നമ്മുടെ സംസ്കാരമേ അല്ല എന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ